നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ആദി പരാശക്തിയുടെ 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നവും സോൾവ് ചെയ്യുന്നതിനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം ഉണ്ടാകുന്നതിനും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വഴി ലഭിക്കും. വലിയ പൂജകളോ വഴിപാടുകളോ നിത്യവുമുള്ള ക്ഷേത്ര ദർശനമോ ഇതൊന്നും തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പുരോഗതി ലഭിക്കുമെന്നാണ്. മാത്രമല്ല ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു നാമം നിത്യവും പാരായണം ചെയ്യുന്നത് വഴി നമുക്ക് എന്തെല്ലാമാണ് ഗുണങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നിത്യവും പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ രോഗങ്ങൾ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. അതുപോലെ ദാരിദ്ര്യം മാറുന്നതിന്, ക്ലേശങ്ങൾ ഇല്ലാതിരിക്കുന്നതിന്, ജാതക ദോഷം മാറുന്നതിന്, ഗ്രഹപ്പിഴ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുന്നതിന് ഒക്കെ തന്നെ വളരെ വളരെ ഉത്തമമാണ് ലളിതാ സഹസ്രനാമ പാരായണം എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഉത്തമ സന്താനങ്ങളെ ലഭിക്കുന്നതിന്, സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതിന്, ദീർഘായുസ്സിന്, കൂടാതെ വൈദവ്യ ദോഷ നാശത്തിനും ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലാനുള്ള സമയമുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, പൗർണമി, കറുത്തവാവ്, ഇത് കൂടാതെ നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും. ലളിതാ സഹസ്രനാമം ചൊല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ് സമയം വേണം. സമാധാനപരമായി നമ്മൾ ചൊല്ലുമ്പോൾ എങ്ങനെ ആയാലും 25 മിനിറ്റ് കൊണ്ടേ നമുക്കത് ചൊല്ലിത്തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാവിലെ ജോലിക്ക് പോകണം, സന്ധ്യയ്ക്ക് വരുമ്പോഴാണെങ്കിൽ താമസിച്ചു പോകും, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും തന്നെ ചൊല്ലാൻ സാധിക്കുന്ന 7 നാമങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിലെ ഈ 7 നാമങ്ങൾ നിത്യവും ചൊല്ലുന്നത് വഴി ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ 1000 നാമങ്ങൾ ചൊല്ലുന്ന അതേ ഫലം നമുക്ക് ലഭിക്കും എന്നാണ്. ഇത് മറ്റാരുമല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, മഹാപെരിയവയാണ് നമുക്ക് ദേവിയുടെ ഈ 7 നാമങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ലളിതാദേവി തന്നെ മഹാപെരിയവയ്ക്ക് ഈ 7 നാമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മഹാപെരിയവ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാപെരിയവ എന്ന് പറയുന്നത് കാഞ്ചി കാമകോടി പീഠത്തിലെ 68ാമത്തെ ശങ്കരാചാര്യരായിരുന്നു. അദ്ദേഹത്തിനെ നിത്യവും ഒരുപാട് ഭക്തരാണ് അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി കാണാൻ വരാറുണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് റെമഡീസ് ഈ വരുന്ന ഭക്തർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് വേണ്ടി ലളിതാ സഹസ്രനാമത്തിലെ ഈ 7 നാമങ്ങൾ, ദേവിയുടെ 1000 നാമങ്ങൾ ചൊല്ലുന്നതിന് തുല്യമായ ഫലം ലഭിക്കുന്ന ഈ 7 നാമങ്ങളും അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ 16 മൺചിരാത് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ മൺചിരാതുകൾ വെച്ച്, രണ്ടാമത്തെ ആഴ്ച 2 മൺചിരാത്, അങ്ങനെ 16 വെള്ളിയാഴ്ചകളിൽ 16ാമത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ 16 മൺചിരാതുകൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേർ ആ ഒരു ദീപ വഴിപാട് ചെയ്തു വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദീപ വഴിപാടിനെ കുറിച്ച് ആദ്യമായി ഭക്തർക്ക് പറഞ്ഞു കൊടുത്തത് മഹാപെരിയവയാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് രാമച്ചത്തിന്റെ വേരും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തിരിയും കൂടി ചേർത്ത് ദീപം കൊളുത്തി 7 ദിവസം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗണപതി വഴിപാടിനെ കുറിച്ചും മഹാപെരിയവ തന്നെയാണ് തൻ്റെ ഭക്തർക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല കുലദൈവ വഴിപാട്, 5 ദീപങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കിഴക്കോട്ട് നോക്കി വെച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഭക്തർക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തത് മഹാപെരിയവയാണ്. അതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മഹാപെരിയവ തൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്.
വോയിസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ആ ബുക്കിൽ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി ദേവിയുടെ അനുഗ്രഹം ഒരുപാട് സിദ്ധിച്ച ഒരു മഹാപുരുഷനാണ് മഹാപെരിയവ എന്ന് പറയുന്നത്. ഈ 7 നാമങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 11 തവണയാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത്. രാവിലെയും സന്ധ്യയ്ക്കും ഏതൊരാളാണോ ഈ 7 നാമങ്ങൾ 11 തവണ ചൊല്ലുന്നത് അയാൾക്ക് ലളിതാ സഹസ്രനാമം നമ്മൾ പൂർണ്ണമായും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫലമാണോ ലഭിക്കുന്നത് ആ ഒരു ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ എല്ലാവരും വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട്. ആ ഒരു സമയത്ത് ഈ 7 നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. 7 നാമങ്ങൾ ഒരു വട്ടം ചൊല്ലി അങ്ങനെ 11 തവണയാണ് ചൊല്ലേണ്ടത്. സന്ധ്യയ്ക്കും അതുപോലെ തന്നെ. ഇപ്പോൾ വിളക്ക് കൊളുത്താൻ സാധിക്കില്ല സന്ധ്യയ്ക്ക്, അങ്ങനെ ഉള്ളവർക്കും വിളക്ക് കൊളുത്താൻ സാധിച്ചില്ലെങ്കിലും ഈ 7 നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. കാരണം 2 നേരവും നമ്മൾ ചൊല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഒരു നേരം മാത്രമേ ചൊല്ലാൻ സാധിക്കുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ 2 നേരം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുമുള്ള ലളിതാംബികയുടെ ആദിപരാശക്തിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇനി നാമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ അന്നദായേ നമഃ. ഓം ശ്രീ വസുദായേ നമഃ. ഓം ശ്രീ സച്ചാമര രമാവാണി സവ്യദക്ഷിണ സേവിതായേ നമഃ. ഓം ശ്രീ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിതായേ നമഃ. ഓം ശ്രീ ശിവശക്തൈക്യരൂപിണ്യൈ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഇതാണ് ആ 7 നാമങ്ങൾ. അപ്പോൾ ഓം ശ്രീ മാത്രേ നമഃ എന്ന് ചൊല്ലിയിട്ട് അത് തന്നെ 11 തവണ ചൊല്ലരുത്. ഈ 7 നാമങ്ങളും ചൊല്ലുക ഒരു പ്രാവശ്യം, വീണ്ടും 7 നാമങ്ങൾ ഒന്നിച്ച്, അങ്ങനെ വേണം 11 തവണ ചൊല്ലേണ്ടത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് 11 തവണ ചൊല്ലാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് സമയം മതി നമുക്കിത് 11 തവണ ഈ 7 നാമങ്ങൾ ചൊല്ലുന്നതിനായിട്ട്. ഈ 7 നാമങ്ങളെ ലളിതാ സപ്ത നാമാവലി എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ 11 തവണ ഒരുപാട് പേർ ചൊല്ലിയിട്ടുണ്ട്. ലളിതാ സപ്ത നാമാവലി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 11 തവണ ചൊല്ലിയത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് കേട്ടുകൊണ്ട് ചൊല്ലാവുന്നതാണ്. അതൊക്കെ അവരവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും അതുപോലെ ചെയ്യാവുന്നതാണ്. ലളിതാ സഹസ്രനാമം നിത്യവും ചൊല്ലാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയാൻ പാടില്ലാത്തവർക്കും ദേവിയുടെ ഈ ഒരു 7 നാമങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി. 11 തവണ ചൊല്ലണം എന്ന് മാത്രം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം ലഭിക്കുകയുള്ളൂ. കാരണം മഹാപെരിയവ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇത് രാവിലെയും സന്ധ്യയ്ക്കും 11 തവണ ചൊല്ലണം എന്നാണ് തൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് രാവിലെ മാത്രമായിട്ടോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് മാത്രമായിട്ടോ ഒക്കെ നമ്മൾ മാറ്റാൻ പാടില്ല. വലിയ മഹാപുരുഷന്മാരൊക്കെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടും ലഭിക്കുന്നത്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്ക് ചൊല്ലാം, ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് ഈ രീതിയിൽ ചൊല്ലാവുന്നതാണ്. മാസത്തിൽ വരുന്ന പൗർണമിയിൽ മാത്രം ലളിതാ സഹസ്രനാമം പൂർണ്ണമായും ചൊല്ലിയിട്ട് മറ്റ് ദിവസങ്ങളിലെല്ലാം തന്നെ ദേവിയുടെ ഈ 7 നാമങ്ങൾ ചൊല്ലിയാൽ മതി. ഈ ഒരു നാമം ചൊല്ലുന്നത് വഴി എന്തെല്ലാം ഫലങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ, ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ നമുക്ക് എന്തെല്ലാം നല്ല ഫലങ്ങളാണോ ലഭിക്കുന്നത് അവയെല്ലാം തന്നെ നമുക്ക് ഈ 7 നാമങ്ങൾ ചൊല്ലുന്നത് വഴിയും കിട്ടുന്നതായിരിക്കും. ലളിതാ സഹസ്രനാമം അറിയാൻ പാടില്ലാത്തവർക്കും ചൊല്ലാൻ സമയമില്ലാത്തവർക്കും എല്ലാ ദിവസവും ഇത് ചൊല്ലാവുന്നതാണ്. വിളക്ക് കൊളുത്തി ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും 5 മിനിറ്റ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ, അതായത് സൗത്ത് ഫേസിങ് ഒഴിച്ച് ഏതൊരു ഡയറക്ഷനിലേക്ക് ഇരുന്നു കൊണ്ടും ചൊല്ലാവുന്നതാണ്. ചെയറിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാനേ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലാം. കഴിവതും യാത്രകൾ ചെയ്യുമ്പോൾ ചൊല്ലാതിരിക്കുക. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ യാത്രാമധ്യത്തിൽ ചൊല്ലട്ടെ എന്ന് ചോദിക്കാറുണ്ട് പലരും. എപ്പോഴും നമ്മൾ ഒരിടത്ത്
ശാന്തമായി ഇരുന്ന് വേണം എല്ലാ നാമങ്ങളും ചൊല്ലാൻ എന്നുള്ളതാണ്. ഇപ്പോൾ വെറുതെ നമുക്ക് ചൊല്ലാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ നാമങ്ങൾ ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ചൊല്ലാവുന്നതാണ്. ചൊല്ലാൻ പാടില്ല എന്നല്ല. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണുകളൊക്കെ അടച്ച് ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ആദ്യമൊക്കെ നോക്കി ചൊല്ലേണ്ടി വരും. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഈ 7 നാമങ്ങളും നമുക്ക് ഹൃദിസ്ഥമാക്കാൻ സാധിക്കും. പീരിയഡ്സ് ടൈമിലും പുലവാലായ്മ ഉള്ളപ്പോഴുമൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ശുദ്ധമായതിനു ശേഷം ചൊല്ലാൻ ശ്രമിക്കുക. വിളക്കിന് മുന്നിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എവിടെ ഇരുന്നും, ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഓഫീസിൽ ഇരുന്നേ ചൊല്ലാൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊല്ലാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഓഫീസിലിരുന്നും ചൊല്ലാവുന്നതാണ്. വിളക്ക് കൊളുത്തി മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ എന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഏതൊരു സമയത്തും, രാവിലെയും സന്ധ്യയ്ക്കും ഏതൊരു സമയത്തും ഇത് ചൊല്ലാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.